നമ്മളീ പല ആളുകൾക്കും ജോൺ വിക്കിന്റെ കൂട്ടുകാരൻ, അതായത് കിയാനു റീവ്സിന്റെ കൂട്ടുകാരൻ റിവർ ഫിനിക്സിനെ കുറിച്ച് അറിയാമായിരിക്കും. ആ കൂട്ടുകാരന്റെ മരണത്തോടു കൂടിയാണ് കിയാനു റീവ്സ് ജീവിതത്തിലാകെ മാനസികമായി തളർന്നു പോയിട്ടുള്ളത്. എന്നാൽ ഈ റിവർ ഫിനിക്സിന്റെ ജീവിതം എങ്ങനെയായിരുന്നു, കിയാനു റീവ്സുമായി അദ്ദേഹം എങ്ങനെ കണ്ടുമുട്ടി, അദ്ദേഹം എങ്ങനെയായിരുന്നു മരണപ്പെട്ടത്, അതെല്ലാമാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത്. 1970 ആഗസ്റ്റ് 23 അമേരിക്കയിലെ ഒറിഗോൺ സിറ്റിയിൽ ജോൺ ലീ ബോട്ടം, ആർലി ഷാരോൺ എന്നിവരുടെ ആദ്യത്തെ മകനായാണ് റിവർ ഫിനിക്സ് ജനിക്കുന്നത്. എന്നാൽ അപ്പം തന്നെ റിവർ ഫിനിക്സ് എന്നുള്ള പേരല്ലായിരുന്നു, റിവർ ജൂഡ് ബോട്ടം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അതിനുശേഷം സഹോദരങ്ങളായി 4 പേര് കൂടെ ജനിച്ചു. എന്നാൽ റിവർ ഫിനിക്സ് ജനിച്ച അതേ വർഷമായിരുന്നു അച്ഛനും അമ്മയും ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന മതസംഘടനയുടെ ഭാഗമായി മാറുന്നത്. ഈ മതസംഘടനയുടെ ഭാഗമായതോടെ കുടുംബം സൗത്ത് അമേരിക്കയിലേക്കും കരീബിയൻ ദ്വീപുകളിലേക്കും താമസം മാറ്റി. എന്നാൽ ആ കാലഘട്ടത്തിലാണ് കുടുംബത്തിൽ ദാരിദ്ര്യം കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും തെരുവിൽ ഗിറ്റാർ വായിച്ചും പാട്ടുപാടിയുമാണ് അന്നത്തേക്കുള്ളത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. റിവർ ഫിനിക്സും സഹോദരങ്ങളും സംഗീതത്തിലും കലയിലും അഭിനയത്തിലും നല്ല കഴിവുള്ള ആളുകളായിരുന്നു. എന്നാൽ 1977 കുടുംബം ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നുള്ള മതസംഘടന വിട്ട് തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ എത്തി. എന്നാൽ ആ സമയത്തും കുടുംബം ഏകദേശം ശിഥിലമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവർക്ക് വേണമായിരുന്നു. അതിനായി അവർ ആദ്യം തന്നെ അവരുടെ കുടുംബ പേര് മാറ്റി. തന്റെ ചാരത്തിൽ നിന്നും പുനർജന്മം കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഫിനിക്സ് പക്ഷിയുടെ പേരാണ് അവർ കുടുംബത്തിന് ഇട്ടിരുന്നത്, ഫിനിക്സ്. അങ്ങനെ കുടുംബത്തിൽ എല്ലാവർക്കും കലയിൽ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഹോളിവുഡിൽ എത്തിച്ചേരാൻ അവരുടെ താമസം ലോസ് ആഞ്ചലസിലേക്ക് മാറ്റി. അവിടെ കാസ്റ്റിംഗ് അസിസ്റ്റന്റായി അവരുടെ അമ്മ ജോലി ചെയ്തു. അങ്ങനെ 1979 അവർ ലോസ് ആഞ്ചലസിൽ സ്ഥിരതാമസമാക്കി. അമ്മ കാസ്റ്റിംഗ് അസിസ്റ്റന്റായി NBCയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും പല ഓഡീഷനുകളിലും പങ്കെടുക്കാനായി പറ്റി. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് റിവർ ഫിനിക്സ് TV പരസ്യങ്ങളിലും ചെറിയ സീരീസുകളിലും അഭിനയിച്ചു തുടങ്ങുന്നത്. വേറിട്ട സംഗീതം, അഭിനയം, സാമൂഹ്യബോധം ഇതെല്ലാം അദ്ദേഹത്തെ കുട്ടിക്കാലത്ത് തന്നെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തനാക്കി മാറ്റി. എന്നാൽ 1986 അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുന്നത്. 1986 സ്റ്റാൻഡ് ബൈ മീ എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു. ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ അഭിനയം കാഴ്ചക്കാരെ എല്ലാവരെയും ഒരുപോലെ തന്നെ ഞെട്ടിച്ചു. നമ്മൾ ആ സിനിമ കണ്ടാൽ മനസ്സിലാകും 16-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ റേഞ്ച് എന്തായിരുന്നു എന്നുള്ളത്. ശേഷം 1988 റണ്ണിംഗ് ഓൺ എംപ്റ്റി എന്ന ചിത്രത്തിൽ അഭിനയിച്ച് വെറും 18-ാം വയസ്സിൽ തന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ എന്ന കാറ്റഗറിയിൽ ഓസ്കാർ നോമിനേഷൻ നേടി. എന്നാൽ 1991 മൈ ഓൺ പ്രൈവറ്റ് ഐഡിഹോ എന്ന സിനിമയിലാണ് റിവർ ഫിനിക്സും കിയാനു റീവ്സും ഒരുമിച്ച് അഭിനയിക്കുന്നത്. ആ സിനിമയുടെ ഭാഗമായി ഒറിഗോൺ, ഐഡഹോ, പോർട്ട്ലാൻഡ്, ഇറ്റലി എന്നിവിടങ്ങളിൽ അവർ ഒരുമിച്ച് ജോലി ചെയ്തു. ആ സിനിമയിലെ കൂട്ടുകെട്ട് പോലെ തന്നെയായിരുന്നു സിനിമക്ക് പുറത്തും അവരുടെ കൂട്ടുകെട്ട്. അവർ ഒരുമിച്ച് യാത്ര ചെയ്തു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ജീവിതത്തിലെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും എല്ലാം പങ്കുവെക്കുകയും ചെയ്തു. റിവർ ഫിനിക്സിന് സംഗീതത്തോടുള്ള പ്രിയം എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെയായിരുന്നു കിയാനു റീവ്സിനും സംഗീതത്തോടുള്ള പ്രിയം. അന്ന് അവരഭിനയിച്ചിരുന്ന സിനിമാ സെറ്റിലെ സ്ഥിരം കാഴ്ചയായിരുന്നു കിയാനു ഗിറ്റാർ വായിക്കുമ്പോൾ ഫിനിക്സ് പാട്ട് പാടുന്നത്. ശേഷം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി യൂറോപ്പിലേക്കും ജപ്പാനിലേക്കും എല്ലാം യാത്ര ചെയ്തു. അതെല്ലാം അവരുടെ കൂട്ടുകെട്ട് ഒന്നുകൂടെ ദൃഢമാകാനായിട്ട് സഹായിച്ചു. ചില സമയങ്ങളിൽ അവർ രണ്ടുപേരും കൂടെ എങ്ങോട്ട് യാത്ര ചെയ്തു പോയെന്ന് മീഡിയക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. രണ്ടുപേർക്കും ജീവിതത്തിൽ പല തകർച്ചകളും വന്നു പോയിരുന്നു. അതിനെല്ലാം രണ്ടുപേരും പരസ്പരമായിരുന്നു സപ്പോർട്ടായി നിന്നിരുന്നത്. അങ്ങനെ വർഷം 1993 സിനിമയിലും സിനിമക്ക് പുറത്തുള്ള ഇവരുടെ ഈ ഒരു സൗഹൃദം കണ്ട് 1991 മൈ ഓൺ പ്രൈവറ്റ് ഐഡഹോ എന്ന സിനിമ എടുത്ത ഡയറക്ടർ അവർ രണ്ടുപേരെയും വെച്ച് മറ്റൊരു സിനിമ കൂടെ പ്ലാൻ ചെയ്തു. എന്നാൽ ഈ ഒരു സമയം അവർ രണ്ടുപേരും 2 സിനിമയിൽ കമ്മിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ തിരക്കുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും കണ്ടുമുട്ടാനോ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നിനും പറ്റിയില്ല. ഈ ഒരു സമയത്താണ് ജോണി ഡെപ്പിന്റെ ഉടമസ്ഥതയിൽ വരുന്ന ദ വൈപ്പർ റൂം എന്ന ക്ലബ്ബിൽ ഒരു മ്യൂസിക് ഇവന്റ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം റിവർ ഫിനിക്സ് അറിയുന്നത്. മ്യൂസിക്കിൽ അത്രയേറെ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ആ ഒരു പരിപാടിക്ക് പോകാമെന്ന് റിവർ ഫിനിക്സും വിചാരിച്ചു. അങ്ങനെ സഹോദരൻ ജോക്കിൻ ഫിനിക്സിനെയും സഹോദരി റൈൻ ഫിനിക്സിനെയും കാമുകി സാമന്ത മാത്യൂസിനുമായി ഫിനിക്സ് ആ ക്ലബ്ബിലേക്ക് പോയി. എന്നാൽ ഇതൊരു ക്ലബ്ബ് ആയതുകൊണ്ട് തന്നെ അവിടെ ലഹരിക്കും യാതൊരു കുറവുണ്ടാവില്ലല്ലോ. അങ്ങനെ അവിടെ വെച്ചാണ് ഫിനിക്സ് സ്പീഡ് ബോൾ എന്നൊരു ലഹരി ഉപയോഗിക്കുന്നത്. കൊക്കെയിൻ, ഹെറോയിൻ എന്നിവയുടെ ഒരു മിക്സ് ആയിരുന്നു സ്പീഡ് ബോൾ. എന്നാൽ ആ ലഹരി ഉപയോഗിച്ചപ്പോൾ അതിന്റെ ഡോസ് അല്പം കൂടിപ്പോയി. അതോടുകൂടെ ആകെ അസ്വസ്ഥനായ ഫിനിക്സ് പെട്ടെന്ന് തന്നെ ക്ലബ്ബിൽ നിന്നും പുറത്തിറങ്ങി. എന്നാൽ അവിടെ തളർന്നു വീഴാണ് ചെയ്തത്. അതാരോ നിർബന്ധപൂർവ്വം ഫിനിക്സിന് കൊടുത്തതാണെന്നും ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താനായി പറ്റിയിട്ടില്ല. പെട്ടെന്ന് തന്നെ സഹോദരൻ ജാക്കിൻ ഫിനിക്സ് ആംബുലൻസിലേക്ക് വിളിച്ചു. ഈ ജാക്കിൻ ഫിനിക്സ് ആരാണെന്നുള്ള കാര്യം ഞാൻ അവസാനം പറഞ്ഞുതരാം. എന്തായാലും പെട്ടെന്ന് തന്നെ സഹോദരൻ ജോക്കിൻ ഫിനിക്സ് ആംബുലൻസിലേക്ക് വിളിച്ചു. എന്നാൽ ആ ഒരു കോൾ റെക്കോർഡ് മനസ്സിനെ വളരെ നുറുക്കുന്ന ഒന്നാണ്. Stay on the line with me and calm down a little bit, all right? Yeah, I'm calm, but he's having seizures. Get over here, please. You must get over here, please. Okay, take it easy, okay? Okay, now I think he had Valium or something. I don't know. Please, because he's
sorry, please. എന്നാൽ മെഡിക്കൽ ടീം പെട്ടെന്ന് തന്നെ എത്തിയെങ്കിലും റിവർ ഫിനിക്സിന്റെ ഹൃദയമിടിപ്പ് നിലച്ചു പോയിരുന്നു. അങ്ങനെ 1993 ഒക്ടോബർ 31 പുലർച്ചെ 1:51 23 വയസ്സോടുകൂടെ റിവർ ഫിനിക്സ് മരിച്ചു. ഈ ഒരു വാർത്ത ഹോളിവുഡ് വളരെ ഞെട്ടലോടെയായിരുന്നു കേട്ടിരുന്നത്. ഈ ഒരു വാർത്ത കിയാനോ റീവ്സ്, ലിയോനാർഡോ ഡിക്കാപ്രിയോ, ജോണി ഡെപ്പ് എന്നിങ്ങനെ ഒത്തിരി ആളുകൾക്ക് മാനസിക ആഘാതം ഏൽപ്പിച്ചു. ആരാധകരെല്ലാവരും ജോണി ഡെപ്പിന്റെ ദ വൈപ്പർ റൂം എന്ന ക്ലബിന്റെ മുന്നിൽ പൂച്ചെണ്ടുകൾ വെച്ചും മെഴുകുതിരികൾ കത്തിച്ചും റിവർ ഫിനിക്സിനായി അനുസ്മരിച്ചു. ഫിനിക്സിന്റെ സഹോദരി റൈൻ ഫിനിക്സ് കിയാനോ റീവ്സിനെയും റിവർ ഫിനിക്സിനെയും സോൾ ബ്രദേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോഴും പല ഇന്റർവ്യൂകളിലും കിയാനോ റീവ്സിനോട് റിവർ ഫിനിക്സിനെ കുറിച്ച് ചോദിച്ചാൽ കൂടുതലൊന്നും സംസാരിക്കാനുണ്ടാവില്ല. Yeah. River Phoenix. അവരത്രത്തോളം അടുത്ത് വരുന്നു. ഇനി ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞ കാര്യം കൂടെ പറയാം. 2019 ജോക്കർ എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് റിവർ ഫിനിക്സിന്റെ സഹോദരനാണ് ജോക്കിൻ ഫിനിക്സ്. ഫിനിക്സിന്റെ കാമുകിയെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ. ഫിനിക്സിന്റെ മരണത്തോടുകൂടെ അവർ ഇതുവരെ ഒരു വിവാഹം ചെയ്തിട്ടില്ല. അമേരിക്കയിൽ ഒരു നടിയായി അവരിപ്പോഴും അഭിനയിച്ചു പോരുന്നു.